ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കെട്ടിയവൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. പിന്നെ ആണെങ്കിൽ ഒരു കിണ്ണനപ്പം ഉണ്ടാക്കാം. കേക്ക് ഇത്തവണ നമ്മൾ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം കേക്ക് കഴിച്ച് ഇനി വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ വന്നിട്ട് കഴിക്കും. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് ഒഴിവാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് കിണ്ണനപ്പം ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ഞാനെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിയില ഒക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്നലെ വൈകിട്ട് തന്നെ ബീഫ് നന്നായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചു. ഇനി നമുക്ക് റൈസിനുള്ളതൊക്കെ റെഡിയാക്കണം. അതിന് പട്ടയും ഏലക്ക, മറ്റേ വയണയില, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പുറത്ത് നല്ല വെയിലാണ്. ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ആദ്യം നമുക്ക് സവാള മൂപ്പിച്ചെടുക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചൂടാക്കിയിട്ട് അതിനകത്തോട്ടിട്ട് നമുക്ക് ഈ സവാള വറുത്ത് കോരാം. ഇപ്പോൾ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ ഓയിലിൽ തന്നെയാണ് നമ്മളിനി ബീഫിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പട്ട ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട്, ഒത്തിരി മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിലേക്ക് നമ്മൾ അരിയിടും. അരിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി. അപ്പോൾ ചെറിയ ഒരു മണമൊക്കെ വരും. ആ മണമൊക്കെ വന്നതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മുടെ സവാള മൂപ്പിച്ച ബാക്കി കുറച്ച് എണ്ണ ഉണ്ടല്ലോ, അത് നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ബാക്കി തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. അത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ഇടുന്നത്. അതൊന്ന് മൂത്ത് വന്നിട്ട് വേണം ബാക്കി ഐറ്റംസ് ഇടാനായിട്ട്. അപ്പോഴേക്കൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അരി ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ 2.25 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയാണ്. അപ്പോൾ ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒറ്റയ്ക്ക് തന്നെ ഒന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബോറല്ലേ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു രസമാണ്. പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട്. സവാളയും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബീഫ് ട്രൈ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ബീഫ് സാധാരണ കറി വെക്കാറുണ്ട്, ബീഫ് വറക്കും. ബിരിയാണി ആദ്യമായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ടു, നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് കഴിയുമ്പോൾ തക്കാളി, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, നമ്മൾ വേറെ ഒരുപാട് മസാലയും ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി ബീഫ് നമ്മൾ മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുവാണല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല മാത്രമാണ് ഇടുന്നത്. ഗരം മസാല എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ടാണ്. അതായത് നമ്മുടെ അമ്മ ഗരം മസാല പൊടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ നാട്ടിലെ ചിക്കൻ മസാലയും കൂടെ മിക്സാക്കി തന്നു വിട്ടാണ്. അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ.
ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ്, നമ്മൾ 2 പേരെ ഉള്ളത് കൊണ്ട് കുറച്ച് ബീഫേ വാങ്ങിയിട്ടുള്ളേ. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ, എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് സെറ്റാവട്ടെ. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ കിണ്ണനപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇതിപ്പോൾ പുളിച്ച് പൊങ്ങി വന്ന ഇത്രയൊന്നും ഇല്ല, മാവ് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്രയും പുളിച്ച് പൊങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ അത് വേറെ പാത്രത്തിൽ കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടും അടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പൊങ്ങി വന്നു. അപ്പോൾ പിന്നെ വേറെ പാത്രത്തിൽ കൂടെ മാറ്റി വെച്ചു. പൊങ്ങി വന്ന നല്ല മാവ് നല്ല സൂപ്പറായിരിക്കും കിണ്ണനപ്പം ഉണ്ടാക്കിയാലെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു 2-3 വട്ടം കിണ്ണനപ്പം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു. അത് അത്ര സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ട് 2 പിന്നെയും പുളിച്ച് പൊങ്ങി വന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് താണ്ട് നല്ല വിട്ട് ചോറ് കണ്ടല്ലേ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അടിയിൽ. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല ഇട്ടു, ബീഫ് മസാല ഇട്ടു, എല്ലാം കൂടെ ചേർത്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചോറിടണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ച ഉള്ളി ഇടണം. പിന്നെ ഒരു സെറ്റും കൂടെ, അതായത് ബാക്കി വന്ന ബീഫ് മസാല അതും കൂടെ ഇടുക. അപ്പോൾ ഞാൻ കുറച്ച് റൈസും കൂടെ ആ പാത്രത്തിലേക്ക് ഇട്ടേ. കുറച്ച് മസാല ഉള്ളത് അതും കൂടി അങ്ങ് ഇരുന്നോട്ടെ. ഉള്ളി മല്ലിയിലൊക്കെ ഇട്ടു, പിന്നെയും റൈസ് ഇട്ടു. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അടച്ചു വെച്ചു. ഇതാ നമ്മുടെ സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബർത്ത്ഡേ ബോയ് വന്നു, നമുക്കിനി ഫുഡ് കഴിക്കാം. കഴിച്ചു നോക്കിയിട്ട് പറയൂ എൻ്റെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന്. ഉപ്പൊക്കെ പാകത്തിനാണോ? ആണോ? ഉപ്പ് പറഞ്ഞിട്ടുണ്ടാവോ എന്നൊരു ടെൻഷൻ. ഞാൻ പിന്നെ കഴിക്കുന്ന കുറച്ച് കാണിച്ചത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നപ്പോൾ എങ്ങനെയുള്ളത്. അത് കുഴപ്പമില്ല.
പ്രതീക്ഷിക്കാത്തൊരു വിജയം തെളിയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് അല്ലേ? കഴിക്കാം. മസാലയൊക്കെ ഒഴിച്ച് മസാലയും സെറ്റ്. ലൈറ്റ് ഓണാക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും ബിരിയാണി കഴിച്ചിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു ദിവസം. ബൈ ബൈ. ബൈ ബൈ.